ഹായ് ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ 8 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തത് 4ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെക്കുറിച്ച് വിശദീകരിക്കുക. സൂചനകൾ നോക്കാം. ദലൈലാമ വിഷയം, അതിർത്തി തർക്കം, 1962 യുദ്ധം, യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യത്തിന് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ സൂചനകൾ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ ചെയ്യുമ്പം ആദ്യം നമ്മൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന റിലേഷൻ ഉണ്ട്, ഒരു നല്ലൊരു തുടക്കമുണ്ട്. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ. നിങ്ങൾ എപ്പോൾ ഒരു എസ്സേ എഴുതുന്ന സമയത്തും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സബ് ടൈറ്റിൽ കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ തരം തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അവരെന്താ വെച്ചാൽ അത്ര സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് ആ പേപ്പർ നോക്കിയിട്ട് നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് പരമാവധി ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ കണ്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മളുടേതായിട്ടുള്ളൊരു കൺക്ലൂഷനും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക്, 8 മാർക്ക് തന്നെ നിങ്ങൾക്ക് എസ്സേക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. തുടക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു കേട്ടോ. ചൈനീസ് വിപ്ലവത്തിന് ശേഷം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. അപ്പോൾ ആദ്യം എന്തായിരുന്നു, ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യ പട്ടാളത്തെ പോലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവർ തമ്മിലുള്ള ആ നല്ലൊരു ബന്ധത്തിനെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലേ. 1954 നെഹ്റുവും ചൗ എൻലായും കൂടി പഞ്ചശീല കരാറിൽ ഒപ്പുവെക്കുകയാണ്. എന്നാണ് 1954 നെഹ്റുവും ചൗ എൻലായും കൂടിയാണ് ഏത് ഒപ്പുവെച്ചത്? പഞ്ചശീല കരാറ്. 1954 നെഹ്റു ചൗ എൻലായും പഞ്ചശീല കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി പഞ്ചശീല തത്വങ്ങൾ എന്താന്ന് നോക്കാം. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ വരുന്ന ഈ ഇങ്ങനത്തെ ഓരോ ടോപ്പിക് ഉണ്ടല്ലേ, പഞ്ചശീല തത്വങ്ങൾ, അങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ 5 മാർക്കിനും 4 മാർക്കിനൊക്കെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എസ്സേ പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉപകാരം, നമുക്ക് അതിലും എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ നോക്കാം എന്താണെന്നുള്ളത്. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രണ്ടാമത്തെ, അന്യോന്യം ആക്രമിക്കാതിരിക്കുക. മൂന്നാമത്തത്, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. നാലാമത്തത്, സമത്വവും പരസ്പര സഹായവും വെച്ച് പുലർത്തുക. 5, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ ഇതാണ് പഞ്ചശീല തത്വങ്ങളെ. എത്ര എണ്ണം ഉണ്ട് പഞ്ചശീല തത്വം? 5 എണ്ണം ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണോ ഒന്നുകൂടി പറയാം. 1, രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ചൈനയും ഇന്ത്യയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കണം അവരുടെ ഒരു അതിർത്തിയും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരവും അവർ പരസ്പരം അംഗീകരിക്കുക. രണ്ടാമത്തെ, അന്യോന്യം ആക്രമിക്കാതിരിക്കുക. എന്തൊക്കെ പ്രശ്നം വന്നാലും അവർ തമ്മിൽ ആക്രമണം കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണം. മൂന്നാമത്തത്, ആഭ്യന്തര കാര്യങ്ങളിൽ അവർ പരസ്പരം ഇടപെടാതിരിക്കുക. നാലാമത്തത് എന്താ? സമത്വവും പരസ്പര സഹായവും വെച്ച് പുലർത്തുക. 5, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് 5 പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. 1954 നെഹ്റുവും ചൗ എൻലായും കൂടി പഞ്ചശീല കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇനി 1962 ഇന്ത്യ ചൈന യുദ്ധമാണ്. 1962 ഇയർ മറക്കരുത്. 1922 ഇന്ത്യ ചൈന യുദ്ധം. ഇന്ത്യ ചൈന യുദ്ധം 1962. കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാരണങ്ങളാണ് കൂടുതലായിട്ടും. ഏതൊക്കെയാണെന്നറിയോ? 1, ദലൈലാമ പ്രശ്നം. 2, അതിർത്തി തർക്കം. 1 ദലൈലാമ പ്രശ്നം, 2 അതിർത്തി തർക്കം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1 ദലൈലാമ പ്രശ്നം, 2 അതിർത്തി തർക്കം. ഇങ്ങനെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ. കാരണം ഞാൻ ആവർത്തിച്ച് പറയുകയാണെങ്കിലും കേൾക്കുന്ന നിങ്ങൾക്ക് പിന്നെയും ഇതിങ്ങനെ കേൾക്കുമ്പോൾ അത് മനസ്സിൽ കിടന്നോളും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ റിപ്പീറ്റ് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ പ്രശ്നം നോക്കാം. ടിബറ്റൻ പ്രശ്നം. ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
1950 ചൈന ടിബറ്റ് പിടിച്ചെടുക്കുന്നു. 1950 ചൈന ടിബറ്റ് പിടിച്ചെടുക്കുകയാണ്. അതോടെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു സ്വസ്ഥ മേഖല ഇല്ലാതായി. 1950 ചൈന ടിബറ്റ് പിടിച്ചെടുക്കുകയാണ്. അതോടുകൂടിയിട്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു സ്വസ്ഥ മേഖല ഇല്ലാതായി. ടിബറ്റൻ സംസ്കാരത്തെ ചൈന അടിച്ചമർത്തുന്നതിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. ടിബറ്റൻ സംസ്കാരത്തെ ചൈന അടിച്ചമർത്തുന്നതിൽ ഇന്ത്യ പ്രതിഷേധിക്കേണ്ടായി. 1959 ദലൈലാമ ഇന്ത്യയിൽ അഭയം നേടി. 1959 ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടുകയാണ്. ചൈനയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകി. 1959 ദലൈലാമ ഇന്ത്യയിൽ അഭയം നേടുന്നത്. ചൈനയുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് വകവയ്ക്കാതെയാണ് ഇന്ത്യ ദലൈലാമയ്ക്ക് അഭയം നൽകുന്നത്. ഇന്ത്യ ആണെങ്കിൽ ദലൈലാമയ്ക്ക് അഭയം നൽകിയില്ലേ. അങ്ങനെ ഇന്ത്യക്കാർ ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നുള്ളത് ചൈന ആരോപിക്കുകയും ചെയ്തു. ഇതാണ് തിബറ്റൻ പ്രശ്നം. ഇതാണ് ഒരു കാരണം 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനിയാണ് അടുത്തൊരു കാരണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തി തർക്കം. അതായത് കൊളോണിയൽ കാലത്തെ അതിർത്തി നിർണയം തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ചൈന നിലപാടെടുക്കുകയാണ്. അവരന്ന് അതിർത്തി ഉണ്ടാക്കി വെച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ആര് പറയാണ്? ചൈന പറയാണ്. അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 പ്രദേശങ്ങളുടെ മേളിൽ ചൈന അവകാശവാദം ഉന്നയിക്കുകയാണ്. ചൈനയ്ക്ക് ഓൾറെഡി നമ്മളോട് ദേഷ്യം വന്നു. അങ്ങനെ ചൈന എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 പ്രദേശങ്ങളും ചൈനയുടെ ആണെന്നുള്ളത് അവകാശവാദം ഉന്നയിക്കുകയാണ്. ചൈനയിലുള്ളവർ അവകാശവാദം ഉന്നയിച്ച പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീരിലെ അക്സായി ചിൻ പ്രദേശത്തിൻ്റെ മുകളിലും രണ്ടാമത് അരുണാചൽ പ്രദേശിൻ്റെ ഭാഗങ്ങളുമാണ്. അത് രണ്ടും അവരുടേതാണെന്നാണ് ആര് പറഞ്ഞത്? ചൈനക്കാർ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ എന്ത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തികളെല്ലാം പണ്ടേ നിർണയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു നിലപാടിൽ ഞങ്ങൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഇവർ പറയാണ് ചൈനക്കാർ, ഞങ്ങളുടെ പ്രദേശങ്ങൾ രണ്ടും നിങ്ങളുടെ അവിടെ ഉണ്ട്, അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത് ആര് പറഞ്ഞു? ചൈന പറഞ്ഞു. പക്ഷേ ഇന്ത്യ എന്താ പറഞ്ഞത്? അതിർത്തിയൊക്കെ പണ്ടേ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് അതിന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അത്തരത്തിലൊരു നിലപാടാണ് ഇന്ത്യ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഈ 2 പ്രശ്നങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ എന്തെഴുതണം? ആദ്യം ഈ ചൈന ഇന്ത്യ തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എഴുതണം. പിന്നെ എന്താ എഴുതണ്ടേ? 1954 ഒരു കരാറിൽ ഒപ്പുവെച്ചില്ലേ? ആരൊക്കെ തമ്മിലാണ്? നെഹ്റുവും ചോ എൻലായും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഏതാണ് കരാറ്? പഞ്ചശീല കരാറ്. അപ്പം അതൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കാരണങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് 1962 ഇന്ത്യ ചൈന യുദ്ധം എങ്ങനെയാണ് എന്താന്നൊക്കെ നോക്കണ്ടേ. ഇന്ത്യയുടെ അധീനതയിലുള്ള അക്സായി ചിൻ പ്രദേശം അതുപോലെ അരുണാചൽ പ്രദേശ്, ഇത് രണ്ടുമാണ് ചൈനയുടെ അവകാശവാദത്തിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾ. അങ്ങനെ ചൈന എന്ത് ചെയ്യാണ്? അക്സായി ചിൻ ചൈന പിടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നീട് അതിർത്തി തർക്കം സംബന്ധിച്ച് പല ചർച്ചകൾ നടത്തി. പക്ഷെ ഒന്നിന് പരിഹാരം ഉണ്ടായില്ല. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്ത് ചൈന ഇന്ത്യക്കെതിരെ വൻതോതിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടു. എപ്പോഴാണ്? ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയുടെ സമയത്താണ് ചൈന ഇന്ത്യക്കെതിരെ വൻതോതിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അക്സായി ചിൻ നഫ മേഖലകളിലൂടെ ചൈന ഇന്ത്യനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഈ പടിഞ്ഞാറ് ഭാഗത്ത് ലഡാക്കിലെ ഈ ചൈനയുടെ മുന്നേറ്റം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കിഴക്ക് ഭാഗത്ത് ചൈന എന്ത് ചെയ്യുകയാണ്? ഇരച്ചു കയറുകയാണ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യ സേഫാക്കി, പക്ഷേ കിഴക്ക് ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല? ഇന്ത്യക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അരുണാചൽ പ്രദേശിലെ തന്ത്രപ്രധാനമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ചൈന എന്ത് ചെയ്യുകയാണ്? കീഴടക്കുകയാണ്. ആസാം സമതല പ്രദേശം വരെ ചൈന മുന്നേറി വരികയാണ്. അപ്പം അരുണാചൽ പ്രദേശിലെ തന്ത്രപരമായിട്ടുള്ള പല പ്രദേശങ്ങളും കൈവിട്ട് പോവുകയാണ്. ആരെടുക്കുകയാണ്? ചൈന കീഴടക്കുകയായിരുന്നു. ചൈന ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ചൈന യുദ്ധത്തിന് മുൻപുള്ള സ്ഥാനങ്ങളിലേക്ക് തന്നെ പിൻവലിക്കുകയും ചെയ്തു. ഇനി നമുക്ക് യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. യുദ്ധത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് നിരാശ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്തും അകത്തും ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടായി. ദേശീയബോധം വളർന്നു. ഉന്നത സൈന്യാധിപന്മാരിൽ പലരും രാജിവെച്ചു. പിന്നെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ രാജിവെച്ചിട്ടുണ്ടായി.
നെഹ്റു സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ചില തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ സൈനിക ചെലവ് ഗണ്യമായിട്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ഇത് കാരണമായിട്ടുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെ യുദ്ധം സാരമായിട്ട് ബാധിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു. വടക്ക് കിഴക്കൻ മേഖലയിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര തുടങ്ങി പുതിയതായിട്ടുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. ഈ യുദ്ധം ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിൽ മാറ്റമുണ്ടാക്കി. ഇതാണ് കേട്ടോ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ കുറിച്ചിട്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ കുറിച്ചിട്ട് വിശദീകരിക്കുക. ഇപ്പോൾ ഒരു ഏകദേശ ധാരണയും കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓപ്ഷനല്ല, സൂചനകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് കേട്ടോ. അടുത്ത 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. വീഡിയോസൊക്കെ നിങ്ങൾ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ക്ലാസ്സിൽ കാണാം.